ഹലോ ഗൈസ്, ഇതും മിൽമയുടെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടന്മാർക്ക് പണിയില്ലാഞ്ഞിട്ടല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക എനിക്കൊരു സുഖമാണ് കേട്ടോ മനസ്സിനെ. അപ്പോൾ ഇത് ഇന്ന് എന്തായാലും സ്വീറ്റ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് നമ്മുടെ മിൽമയുടെ നെയ്യ് അങ്ങോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് 4-5 സ്പൂൺ പഞ്ചസാരയ്ക്ക് മധുരത്തിന് ഇട്ടു കേട്ടോ പഞ്ചസാര. പക്ഷെ അത് കുറഞ്ഞു പോയെന്ന് തോന്നി കേട്ടോ ഞങ്ങൾ കഴിക്കാൻ നേരമായപ്പോൾ. പശുമ്പാലുണ്ടെങ്കിൽ പശുമ്പാലോ അല്ലെങ്കിൽ കവർ പാലോ മിൽമ എടുക്കാമല്ലോ കേട്ടോ. എന്നിട്ട് നല്ല ഒഴിച്ച് കഴിയുമ്പോഴേക്കും നെയ്യ് ഇങ്ങനെ പൊക്കത്ത് തെളിഞ്ഞ് വരും. അപ്പോൾ തന്നെ നല്ല മണമാണേ. ഇത് നമ്മുടെ ജിത്തോങ്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പാൽപ്പൊടിയാണേ. അപ്പോൾ അവിടെ കുറേ ദിവസമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ പാലിൻ്റെ അകത്തേക്ക് ഇപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതിന് അവസാനം പറയാം കേട്ടോ. അപ്പോൾ 5-6 ടീസ്പൂൺ അങ്ങോട്ട് നമ്മുടെ ആവശ്യത്തിന് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമുക്ക് പാൽപ്പൊടിയും പാലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ കട്ട പിടിച്ചൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തേ. കുട്ടന്മാരിവിടെ കട്ട വെയിറ്റിംഗ് ആണേ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം തീർന്നോ പണിയെന്ന് വിചാരിക്കും. ഈ 2 മിനിറ്റത്തെ വീഡിയോയിലേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, വിയർത്ത് കുളിച്ച് ഇങ്ങനെ കിണ്ടി ഇങ്ങനെ പറ്റിച്ച് പരുവാക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഈ മധുരം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരിത്തിരി ഉപ്പ് തൂവി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ചു. പിന്നെയും കൂടി ഒന്ന് കുറുക്കി ഇതെടുത്തിട്ട് നമ്മുടെ ജിത്തോങ്ക കൊണ്ടുവന്ന എല്ലാം നമ്മുടെ ജിത്തോങ്കയാണേ. ജിത്തോങ്ക കൊണ്ടുവന്ന സാഫ്രോൺ ഇട്ടു. അതിങ്ങനെ നല്ല കണക്ക് പറ്റിച്ച് ഈ പരുവമൊക്കെ എടുത്ത് അടുത്ത പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. അല്ലെന്നാണെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. എന്നിട്ട് ജിത്തോങ്ക കൊണ്ടുവന്ന ബദാമും എടുത്ത് ഇങ്ങനെ അരിഞ്ഞൊരു പരുവാക്കി അതിൻ്റെ അകത്ത് ഡെക്കറേഷൻ വർക്കിന് ചെയ്യാനാണേ. ഇതിങ്ങനെ തണുത്ത് കഴിയുമ്പോൾ മാത്രം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളിച്ചാവും. അങ്ങനെ ചെയ്യാതെ എടുത്ത് നല്ല കണക്ക് നെയ്യൊക്കെ നമ്മുടെ കൈക്കകത്ത് തേച്ചിട്ട് വേണോട്ടോ ഈ സാധനം ഇങ്ങനെ ഉരുട്ടണം, അല്ലെങ്കിൽ കൈ കയറി പിടിക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചി ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചു എന്ന്. അപ്പോൾ ഒരാൾ ഇതേ പെരട്ടുമ്പോൾ മമ്മി വാ ആ എന്ന് പറഞ്ഞ് വന്ന് തോരെ ചോദിച്ച് നിൽക്കുന്നതാണേ കണ്ടത്. കുട്ടന് ഭയങ്കര ഇഷ്ടമായേ. മധുരമാണല്ലോ, സ്വീറ്റ് ആണല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ വെച്ച് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അതേപോലെ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് വേണമെന്നാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് ഡെക്കറേറ്റ് ചെയ്ത് അവസാനം നിങ്ങളെ കാണിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒത്തിരി ഇഷ്ടമാവും. ഹോം മെയ്ഡ് സാധനമാണ്, ഹെൽത്തിയാണ്, വേറെ ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ. മിഠായിയുമായി എന്നാൽ ഹെൽത്തിയുമായി എൻ്റെ പാൽപ്പൊടിയും അതും ഇതൊക്കെ വെച്ചിട്ട് ഒരു ഹെൽത്തി സാധനം കേട്ടോ. സൂപ്പർ സാധനമായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വായി വയ്ക്കുമ്പോൾ അലുത്ത് പോവുകയെ അമ്മാര് ടേസ്റ്റ് ആയിരുന്നു. കുട്ടന്മാർക്കും കൊടുത്തു, ഡാഡി വന്നപ്പോഴും കൊടുത്തു. സൂപ്പർ മമ്മി എന്നൊക്കെ പറയും. ഇത്തിരി മധുരം കുറഞ്ഞു പോയി എന്നുള്ള പരാതിയാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ സാധനം സൂപ്പറായിരുന്നേ. വായി വെച്ച് പലുത്ത് പോയി കേട്ടോ. പ്ലേറ്റും കാലിയായി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.